നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇടയ്ക്കൊക്കെ നമ്മൾ പാലാ അരമനയെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാറുണ്ട്. മുമ്പൊരിക്കൽ പാലാ ബിഷപ്പ് നടത്തിയ ചില പ്രയോഗങ്ങൾ, അതിനെ തുടർന്ന് ചില വർഗീയ സംഘടനകൾ പാലാ അരമനയിലേക്ക് നടത്തിയ മാർച്ച്, അന്നു മുതൽ ഇരുവിഭാഗങ്ങൾക്കിടയിൽ ഇടയ്ക്കിടെ ചില പോർവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പാലായിലെ ഭൂമിശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവുമൊക്കെ മതനിരപേക്ഷതയുടേതാണ്. അതാണ് പാലായെ വ്യത്യസ്തമാക്കുന്നതും. പാലാ രൂപതയുടെ കീഴിലുള്ള ഭൂമിയിൽ കപ്പ കൃഷിക്കായി നിലമൊരുക്കുമ്പോൾ ശിവലിംഗം കെട്ടെത്തിയ സംഭവം. ഈ സംഭവത്തിൽ വ്യാജവാർത്ത പ്രചരിപ്പിച്ച ജമാഅത്ത് ഇസ്ലാമി മീഡിയ വണ്ണിനെതിരെ പോലീസിൽ കാസ പരാതി നൽകി. കാസ മണ്ഡലം പ്രസിഡന്റ് മാഗി ഡൊമിനിക്കാണ് പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഈ പരാതിയിൽ മീഡിയ വൺ ചാനലിനെതിരെയും അതിന്റെ പത്രപ്രവർത്തകർക്കെതിരെയും വ്യക്തമായ കുറ്റപ്പെടുത്തലുകളുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ചില ഗൂഢാലോചനയുടെ ഭാഗമായാണ് അവർ വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. ഇത് മതസ്പർദ്ധ ഉളവാക്കുന്നതാണ് എന്ന് പരാതിയിൽ എടുത്തു പറയുന്നു. 2025 ഫെബ്രുവരി 12 മീഡിയ വൺ ചാനലിന്റെ ക്യാമറാമാനും റിപ്പോർട്ടറും സ്ഥലത്തെത്തി. ക്ഷേത്ര ഭാരവാഹികളുടെ അവകാശവാദത്തെ പാലാ ബിഷപ്സ് ഹൗസ് നിഷേധിച്ചു എന്ന തലക്കെട്ടോടെ അവരൊരു വാർത്ത നൽകി. ഈ വാർത്ത പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പലരും പ്രചരിപ്പിച്ചു. ഇത്തരമൊരു വാർത്ത മനഃപൂർവ്വം ഹൈന്ദവ ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനായി ആസൂത്രിതമായി പ്രചരിപ്പിച്ചതാണ് എന്ന് പരാതിയിൽ എടുത്തു പറയുന്നു. ഇതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇരു സമുദായങ്ങൾക്കിടയിൽ ചില ചേരിതിരിഞ്ഞ് പോർവിളികളുമുണ്ടായി. മാധ്യമ ചാനലിന്റെ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ്, ന്യൂസ് എഡിറ്റർ പ്രമോദ് രാമൻ, കോട്ടയം ബ്യൂറോ റിപ്പോർട്ടർ ജോസി, വാർത്ത ഷെയർ ചെയ്തവർ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയത്. മതസ്പർദ്ധ വളർത്തിയതിനും കലാപത്തിലേക്ക് പ്രേരിപ്പിച്ചതിനുമുള്ള നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് പരാതി. ഈ പരാതിക്കൊപ്പം മീഡിയ വൺ വാർത്തയുടെ പോസ്റ്റർ, വീഡിയോ ലിങ്കുകൾ, ഷെയർ ചെയ്ത വ്യക്തികളുടെ വിശദാംശങ്ങൾ എന്നിവ അടക്കം ചെയ്തിരിക്കുന്നു. പാലാ രൂപതയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കപ്പ കൃഷിക്കായി JCB ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുമ്പോഴാണ് ഒരു കാഴ്ച. ശിവലിംഗവും സോപാനക്കല്ലും അവിടെ കണ്ടെത്തുന്നു. ഈ വിവരം അരമന തന്നെയാണ് തൊട്ടടുത്തുള്ള ക്ഷേത്രഭാരവാഹികളെ അറിയിച്ചത്. തുടർന്ന് ക്ഷേത്രഭാരവാഹികളും രൂപത നേതൃത്വവും തമ്മിൽ കൂടിയാലോചനകൾ നടത്തി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൂത്താപ്പാടി ഇല്ലംവക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്ര വിവരങ്ങൾ. ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രം തകർന്നു വീഴുകയും തുടർന്ന് ആ ഭൂമി പല കൈമാറ്റങ്ങളിലൂടെ പാലാ രൂപതയുടെ ഉടമസ്ഥതയിലാവുകയും ചെയ്തു. ശിവലിംഗം ലഭിച്ച വിവരം അടുത്തുള്ള ക്രിസ്ത്യൻ വിശ്വാസികളാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചത്. ഈ വിവരം കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെയെത്തി ശിവലിംഗത്തെ വണങ്ങുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തു. ഇത്തരം സന്ദർഭങ്ങളിൽ ശിവലിംഗങ്ങൾ ലഭിക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസികൾ അതിനെ ആരാധനയോടെ കാണുന്നത് ഒരു പതിവാണ്. ദേവപ്രശ്നം നടന്നു ലഭിച്ച വിധിപ്രകാരം ശിവലിംഗം അടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുമോ അതോ അത് ലഭിച്ച ഭൂമിയിൽ തന്നെ സ്ഥാപിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത് അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തുടർന്ന് പാലാ രൂപത വ്യക്തമാക്കി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് യാതൊരുവിധ തർക്കങ്ങളും നിലവിലില്ല എന്ന് ക്ഷേത്രം ഭാരവാഹികളും തുടർന്നു പറഞ്ഞു. എന്നാൽ പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം ലഭിച്ചതിന്റെ പേരിൽ മതസ്പർദ്ധ കത്തിക്കാൻ ചിലർ ശ്രമിച്ചു. ഇതിന്റെ തുടർ ഗൂഢാലോചനയായിരുന്നു ഇത്തരം വാർത്തകളെന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറ്റപ്പെടുത്തുന്നു. മീഡിയ വൺ ചാനലിനെതിരെ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു. കാസ ഇതിനെതിരെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ മീഡിയ വൺ ചാനൽ നടത്തുന്നത് പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം. പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം നടന്നിട്ട് ഒരാഴ്ചയോളമായിരുന്നു. അതെന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ക്ഷേത്രസമിതി ഭാരവാഹികളും പാലാ അരമനയും തമ്മിൽ 8/2/2025 തന്നെ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിരുന്നതാണ്. എന്നാൽ ഇന്നലെ സംഭവസ്ഥലത്തെത്തിയ മീഡിയ വൺ ആ ഭൂമിയുടെ പേരിൽ പാലാ രൂപതയും ഹൈന്ദവ സംഘടനകളും തമ്മിൽ തർക്കമുണ്ടായിരിക്കുകയാണ്, ക്ഷേത്രസമിതി ഭാരവാഹികളുടെ അവകാശവാദത്തെ പാലാ ബിഷപ്സ് ഹൗസ് തള്ളിക്കളഞ്ഞു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തു. ആ വാർത്തയ്ക്ക് ഇടത് ജിഹാദി കോൺഗ്രസ് പ്രൊഫൈലുകൾ വലിയ തോതിൽ പ്രചാരവും നൽകി. മറ്റു മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്ത ഏറ്റെടുക്കുകയാണുണ്ടായത്. ഇല്ലാത്തൊരു വ്യാജ വാർത്തയുണ്ടാക്കി രണ്ട് മതങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മീഡിയ വൺ ചാനൽ നടത്തിയിരിക്കുന്നത്. ഒന്നുകിൽ ക്ഷേത്രസമിതിയുടെ അവകാശവാദത്തെ പാലാ ബിഷപ്സ് ഹൗസ് തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്ത എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ചെയ്തതെന്നുള്ള തെളിവുകൾ പുറത്തുവിടാൻ മീഡിയ വൺ തയ്യാറാകണം. അല്ലാത്തപക്ഷം പരാമർശം പിൻവലിച്ച് മീഡിയ വൺ മാനേജ്മെന്റ് മാപ്പ് പറയുക. പാലാ രൂപതയും ക്ഷേത്രമധികാരികളും തമ്മിലുള്ള ചർച്ച മനസ്സിലാക്കാതെയാണോ മീഡിയ വൺ ഇത്തരമൊരു വാർത്ത നൽകിയത്? അത് വ്യാജ വാർത്തയെന്ന് പാലക്കാർ പറയുമ്പോൾ
അതിന് നിഷേധിക്കാൻ എങ്ങനെ മീഡിയ വണ്ണിന് കഴിയും? ദേവപ്രശ്ന വിധിപ്രകാരം ആ ശിവലിംഗവും സോപാനക്കല്ലുകളും എടുത്ത് സമീപത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനാണെങ്കിൽ അങ്ങനെ, അതല്ല ശിവലിംഗം ലഭിച്ച ആ ഭൂമിയിൽ അവിടെ തന്നെ സ്ഥാപിക്കാനാണ് ദേവപ്രശ്നത്തിൽ തെളിയുന്നതെങ്കിൽ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പാലാ അരമന സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ചർച്ചയിൽ. ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ രണ്ട് സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാകും എന്ന് മീഡിയ വൺ എന്തുകൊണ്ട് മറന്നുപോയി? പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കിട്ടി എന്നു പറഞ്ഞ് അതിൻ്റെ പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലടിക്കുമെന്ന് വിശ്വസിച്ചവർക്ക് ഇപ്പോൾ തെറ്റുപറ്റിയിരിക്കുന്നു. പാലായിൽ കാണുന്നത് അപൂർവ മതസൗഹാർദ്ദം തന്നെയാണ്. ഇരുകൂട്ടരും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. വർഷങ്ങളായി വെള്ളപ്പാട് ക്ഷേത്രഭാരവാഹികളും പാലാ അരമനയും തമ്മിൽ ഉറ്റ ബന്ധമാണ് നിലനിൽക്കുന്നത്. ഇന്നേ വരെ അവിടെ ഒരു തർക്കം ഉയർന്നിട്ടില്ല. അരമന നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും ക്ഷേത്രഭാരവാഹികളുടെ പിന്തുണ ആ നാടിൻ്റെ പ്രത്യേകതയാണ്. അതുതന്നെയാണ് പാലായെ വ്യത്യസ്തമാക്കുന്നതും. ശിവലിംഗം കണ്ടെത്തിയതിനെ തുടർന്ന് PC ജോർജും ഷോൺ ജോർജും ഒക്കെ കളത്തിലിറങ്ങിയിരുന്നു. ഇരുവരും രാഷ്ട്രീയ ലാഭത്തിനാണ് ശ്രമിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറ്റപ്പെടുത്തി. രൂപതയുടെ അല്ലെങ്കിൽ സഭയുടെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് വിശ്വാസികളുടെ സ്വത്തുക്കൾ കൂടിയാണ് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. വിശ്വാസികളുമായി ആലോചിക്കാതെ രൂപത വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പാടില്ല എന്നൊക്കെ ചില കുത്തിത്തിരിപ്പുകാർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. കുത്തിത്തിരിപ്പുകാരൊക്കെ ഒടുവിൽ തിരികെ ഓടുന്ന കാഴ്ച. പാലാ അരമനയും വെള്ളാപ്പാട് ക്ഷേത്രം ഭാരവാഹികളുമൊക്കെ ഒരേ മനസ്സോടെയാണ് ഈ പ്രശ്നത്തെ നേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വർഗീയ സ്പർദ്ധയുണ്ടാക്കാനോ മതസ്പർദ്ധ വളർത്താനോ ആർക്കും കഴിയില്ല എന്നതിൻ്റെ ഉദാഹരണമായി ഈ സംഭവം മാറുന്നു. രൂപതാസ്ഥാനത്ത് ഇത്തരമൊരു ശിവലിംഗവും സോപാനക്കല്ലുമൊക്കെ കണ്ടെത്തിയതിനെക്കുറിച്ച് മറ്റു മാധ്യമങ്ങൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലും കരുതലോടെയാണ് രാഷ്ട്രീയ നേതാക്കളും പ്രതികരിക്കുന്നത്. വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ ഹൈന്ദവ ക്ഷേത്ര ഭാരവാഹികൾ ഇത്തരം അവകാശവാദങ്ങളുമായി വരില്ല എന്നൊക്കെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. അതുകൊണ്ട് മക്കളെ, വഖഫല്ല പാലാ രൂപതയുടെ ഭൂമിയിൽ കണ്ടത്, ഇത് വേറെയാണ് വിഷയം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റു ചിലർ. എന്തായാലും ഈ പ്രശ്നം മതസ്പർദ്ധയ്ക്ക് കാരണമാകില്ല എന്നത് കേരളത്തിന് അഭിമാനിക്കാം. അത് പാലായുടെ കരുത്തു തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.